ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെവല്യൂഷൻ 2020 എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാണ്ടല്ല അത്ര നല്ലൊരു ബുക്കാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ രണ്ടാമത് വായിക്കുന്ന ബുക്കും എനിക്ക് ബുക്ക് റീഡിങ്ങിനോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ വേണ്ടി, ഇഷ്ടം കൂടാൻ വേണ്ടിയുള്ള ഒരു കാരണമായ ബുക്കാണ്. കാരണം ഞാൻ അതിങ്ങനെ ബുക്ക് വായിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് എത്രയും പെട്ടെന്ന് തീർത്താൽ മതി എന്ന് തോന്നി. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ചേത്തൻ ഭഗത് ഈ ബുക്കിൻ്റെ സ്റ്റോറി കൊണ്ടുപോയിക്കണം. അത്ര നല്ല രീതിയിലാണ് നമ്മളെല്ലാ റീഡേഴ്സിനെ എൻഗേജ് ആക്കുന്ന രീതിയിലാണ് എഴുതി വെച്ചാണ്. തീരെ ലാഗില്ല. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വെച്ചാൽ അങ്ങനെ അത്രയും പീക്കിലേക്കാവും ഓരോരോ കഥയും അങ്ങനെ കൊണ്ടുപോകണം. 3 കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത്. അതിലാണ് ഗോപാൽ, ആരതി, രാഘവ്. ഇവർ 3 പേരും ഫ്രണ്ട്സാണ്. കുഞ്ഞിലേ മുതൽ ചൈൽഡ്ഹുഡ് മുതലേയുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ വലുതായി ഇവർ പഠിക്കാൻ പോകും. അപ്പോൾ ഇവർക്കുള്ള എന്താണ് കാര്യങ്ങൾ. അപ്പോൾ ഗോപാലിൻ്റെ അച്ഛന് ഗോപാൽ എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹം. അപ്പോൾ അവനെ ബാംഗ്ലൂർക്ക് വിടും. പക്ഷെ അവന് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ അവൻ അവിടുത്തെ സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. അങ്ങനെ അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേരെ പിടിച്ചു കൊടുത്ത് കമ്മീഷനൊക്കെ അടിക്കുന്ന പരിപാടി തുടങ്ങും. അങ്ങനെ പിന്നീട് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പം അച്ഛന് ഇവൻ എഞ്ചിനീയർ ആയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. അങ്ങനെ പിന്നെ ആരതി എന്നുള്ളത് അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. രാഘവ് ന്യൂസ് പേപ്പറിലൊക്കെ ഇറക്കിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇവർ 3 പേരും നല്ല രീതിയിൽ വളർന്നു. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചെക്കന്മാർ, ഒരാൾക്ക് പൈസ ഉണ്ടാക്കണം, ഒരാൾക്ക് റെവല്യൂഷൻ ഉണ്ടാക്കണം. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ 2 പേർക്കും ഒരു പെണ്ണിനെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഇങ്ങനെ ഈ കഥ നമ്മുടെ ചേത്തമ്പാത ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഗോപാലാണ് കഥ പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫീൽ ആവും ഇമോഷൻസൊക്കെ. നമുക്ക് ശരിക്കും അവൻ്റെ ആ ഒരു സ്ട്രെസ്സും അവൻ്റെ പെയിനും അവൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതൊക്കെ നമുക്ക് അത്രയ്ക്ക് ഫീൽ ആവും. ശരിക്കും ലവിൻ്റെ ഭാഗം വരുന്നുണ്ട്, പ്രണയിക്കണം. ശരിക്കും നമ്മൾ പ്രേമിച്ചു. അത്ര നല്ല ഫീലാണ്, നല്ല ഫീൽ ഗുഡായിട്ട് വായിക്കാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായ ബുക്കാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയും. പിന്നെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ച് വെച്ചോ, ആവശ്യം വരുന്നേ. ബൈ ബൈ.